ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഫ്ലൂയിഡ് മെക്കാനിക്സ്. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ കൈനമാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡീൽ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ 2D ഫ്ലോ വിത്ത് വെലോസിറ്റി v ഈക്വൽ ടു എക്സ് പ്ലസ് 2y പ്ലസ് 2i പ്ലസ് 4 മൈനസ് വൈ ജെ ഈസ് കംപ്രസിബിൾ ആൻഡ് ഇറോട്ടേഷണൽ, കംപ്രസിബിൾ ആൻഡ് റൊട്ടേഷണൽ. സോ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന പർട്ടിക്കുലർ ഒരു വെലോസിറ്റി ഒരു ഫംഗ്ഷനായിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. വെലോസിറ്റി എന്ന് പറയുമ്പോൾ അതിന് എക്സ് കോർഡിനേറ്റ് ഉണ്ട്, വൈ കമ്പോണൻ്റ് ഉണ്ട്, എക്സ് കമ്പോണൻ്റ് ഉണ്ട്, വൈ കമ്പോണൻ്റ് ഉണ്ട്. 3D ആയിരുന്നെങ്കിൽ സെഡ് കമ്പോണൻ്റ് കൂടെ വരും. ഓക്കെ, UV, WK. ഓക്കെ, അപ്പോൾ ഇവിടെ അത് തന്നിട്ടുണ്ട് അവർ. എന്നിട്ട് ഇത് എന്ത് ടൈപ്പ് ഫ്ലോ ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്? കംപ്രസിബിൾ ആണോ ഇൻകംപ്രസിബിൾ ആണോ എന്ന് കണ്ടുപിടിക്കണം. അതുപോലെ റൊട്ടേഷനിലാണോ ഇറൊട്ടേഷനിലാണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ കംപ്രസിബിൾ ആണോ ഇൻകംപ്രസിബിൾ ഫ്ലോ ആണോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്താൽ മതി. അതായത് നമ്മൾ കംപ്രസിബിൾ ഓർ ഇൻകംപ്രസിബിൾ ഇതൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതിൻ്റെ ജനറൽ കണ്ടിന്യൂറ്റി ഇക്വേഷനാണ് പഠിച്ചത്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഡോ റോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ റോ വി ബൈ ഡോ വൈ. അപ്പോൾ അത് ഞാൻ പറയുന്നില്ല, അത് ജനറൽ കണ്ടിന്യൂറ്റി ഇക്വേഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്നും നമുക്ക് വേണ്ടുന്ന പർട്ടിക്കുലർ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് നമുക്ക് വേണ്ടുന്ന ഇക്വേഷനിലേക്ക് എത്താം. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു 3D ആണ്, സ്റ്റഡി ആണ്, അതുപോലെ ഇൻകംപ്രസിബിൾ ആണെങ്കിൽ ഉള്ളൊരു കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമ്മുടെ മനസ്സിലുണ്ട്. ഏതായിരുന്നു? ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഈക്വൽ ടു 0. ഇത് 3D. ക്വസ്റ്റ്യനിലിവിടെ 2D ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് എന്ത് റിമൂവ് ചെയ്താൽ മതി? ആ സെഡിൻ്റെ ആൾക്കാരെല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ 2D ആയിട്ടുള്ള കണ്ടിന്യൂറ്റി സ്റ്റഡി ഇൻകംപ്രസിബിളിലുള്ള കണ്ടിന്യൂറ്റി ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇനി ഇൻകംപ്രസിബിൾ ഫ്ലോ ആണെന്ന് തെളിയിക്കണമെങ്കിൽ ഇൻകംപ്രസിബിളിൻ്റെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണല്ലോ ഇത്. അപ്പോൾ ഇൻകംപ്രസിബിൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് പറയാം? ഇത് ഇൻകംപ്രസിബിൾ ഫ്ലോ. അതേസമയം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ എന്തായിരിക്കും? കംപ്രസിബിൾ ഫ്ലോ. കാരണം ഇൻകംപ്രസിബിളും കംപ്രസിബിളും 2 ടൈപ്പല്ലേ ഉള്ളൂ. അപ്പോൾ ഇൻകംപ്രസിബിൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻകംപ്രസിബിളാണ്, സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ എന്തായിരിക്കും? കംപ്രസിബിൾ ഫ്ലോ ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്നതിനകത്ത് ഈ ആദ്യത്തെ ഇത് ഐയുടെ കൂടെ വരുന്നത് അതെന്താണ്? അതാണ് എക്സ് കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി. ജെയുടെ കൂടെ വരുന്നതാണ് വൈ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി. അപ്പോൾ ഇതിനകത്ത് ഡോ യു ബൈ ഡോ എക്സ്, അപ്പോൾ ഇതിനകത്ത് യു എക്സ് പ്ലസ് 2y പ്ലസ് 2 ആണ്. വി എന്ന് പറയുന്നത് 4 മൈനസ് വൈ ആണ്. ഡോ യു ബൈ ഡോ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇതെല്ലാം 0 ആയിപ്പോൾ 1 വരും. ഇവിടെ ഡോ വി ബൈ ഡോ വൈ ചെയ്യുമ്പോൾ എന്ത് വരും? 4 മൈനസ് വൈ എന്ത് വരും? -1. അങ്ങനെ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഡോ യു ബൈ ഡോ എക്സ് 1 പ്ലസ് ഡോ വി ബൈ ഡോ വൈ -1. ഇതെന്ത് വരും? 0. ഓക്കെ, അപ്പോൾ 0യ്ക്ക് തുല്യമാണല്ലോ. അതായത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഇതെന്തൊരു ടൈപ്പ് ഓഫ് ഫ്ലോയാ? ഇറ്റ് ഈസ് ഇൻകംപ്രസിബിൾ ഫ്ലോ. പക്ഷേ ഇൻകംപ്രസിബിൾ 2 ഓപ്ഷനിലുണ്ട്. കംപ്രസിബിൾ അല്ല, എയും ബിയും അല്ല എന്ന് കിട്ടി. ഇൻകംപ്രസിബിൾ ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് നോക്കേണ്ടത് റൊട്ടേഷനിലാണോ ഇറൊട്ടേഷനിലാണോ എന്ന്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് റൊട്ടേഷണൽ ഓർ ഇറൊട്ടേഷണൽ. ഇതെന്ത് റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ, ഇറൊട്ടേഷണൽ ഫ്ലോ എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് അയാളുടെ മാസ് സെൻറ്ററിന് എബോട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്? റൊട്ടേഷണൽ ഫ്ലോ. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെന്ത് പറയാം? ഇറൊട്ടേഷണൽ ഫ്ലോ. റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇത് കറങ്ങുന്നുണ്ട്. അപ്പോൾ അതിനൊരു വെലോസിറ്റിയാണ്. എന്തൊരു വെലോസിറ്റി? കറങ്ങുന്നതുകൊണ്ട് എന്തായിരിക്കും? നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ആംഗുലാർ വെലോസിറ്റി ഉണ്ട്. ആംഗുലാർ വെലോസിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഒമേഗ എന്ന് പറയുന്നത്. അപ്പോൾ ലീനിയർ വെലോസിറ്റി ക്യാപിറ്റൽ വി എന്ന് പറയുമ്പോൾ അതിന് എക്സ് കമ്പോണൻ്റ് ഉണ്ട്, വൈ കമ്പോണൻ്റ് ഉണ്ട്, സെഡ് കമ്പോണൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ആംഗുലാർ വെലോസിറ്റിക്ക് എന്താണ്? അതുപോലെയാണ്. ഇത് ടോട്ടൽ ആംഗുലാർ വെലോസിറ്റി ആണെങ്കിൽ എക്സ് ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ് ഐ പ്ലസ് വൈ ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ് ഇൻറ്റു ജെ ക്യാപ് പ്ലസ് സെഡ് ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ് ഇൻറ്റു കെ ക്യാപ്. ഇതായിരിക്കും വരുന്നത്. ഇനി ഇവിടെ ഈ ഒമേഗ എക്സ്, ഒമേഗ വൈ, ഒമേഗ സെഡ് എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ സ്പെഷ്യലായിട്ട് ഓർത്തിരിക്കണം. ഇതിൻ്റെ ഇക്വേഷൻസ് ഒമേഗ എക്സ് എന്ന് പറഞ്ഞാൽ ഇത് ഓർത്തിരിക്കുക. ഒരു ട്രിക്ക് പറയുക, ½ ഇൻറ്റു
ഇവിടെ ആദ്യം എക്സ് ആണല്ലോ, ഒമേഗ എക്സ് അല്ലേ പറഞ്ഞത്. എക്സ് കഴിഞ്ഞിട്ടുള്ള അടുത്ത കോർഡിനേറ്റ് എന്തു വൈ, അത് കഴിഞ്ഞിട്ട് സെഡ്. അപ്പോൾ അങ്ങനെ ആ പാറ്റേണിൽ നിങ്ങൾ എഴുതുക. എക്സ് കഴിഞ്ഞാൽ ഇവിടെ ഡോ വൈ മൈനസ് ഡോ സെഡ്. ഇനി ന്യൂമറേറ്ററിൽ എന്താണ് വരേണ്ടത്? ഇവിടെ സെഡ് അല്ലേ, സെഡിൻ്റെ ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻറ്റ് വി അല്ലേ, അത് വേണം ഇവിടെ വരാൻ. അതുപോലെ വൈ ഡയറക്ഷനിൽ ഉള്ള വെലോസിറ്റി കമ്പോണൻറ്റ് എന്താ, സോറി സെഡ് ഡയറക്ഷനിലുള്ള ഡബ്ല്യു അല്ലേ, ഡോ ഡബ്ല്യു. വൈ ഡയറക്ഷനിൽ എന്ത് വരും, ഡോ വി. ഇതായിരിക്കും എന്ത്, ഒമേഗ എക്സ്. ഇതേ പാറ്റേണിൽ നിങ്ങൾ പറഞ്ഞ് ഒമേഗ വൈ എന്ത് വരും, ഹാഫ് ഇൻറ്റു വൈ കഴിഞ്ഞിട്ടാരാ സെഡ്, അത് കഴിഞ്ഞിട്ടാരാ വീണ്ടും എക്സ്, എക്സിൻ്റെ കമ്പോണൻറ്റ് യു, സെഡ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻറ്റ് ഡബ്ല്യു. ഇനി ഒമേഗ സെഡ് എന്ത് വരും, ഹാഫ് ഇൻറ്റു സെഡ് കഴിഞ്ഞാൽ എന്ത് എക്സ്, എക്സ് കഴിഞ്ഞാൽ വൈ, എക്സിൻ്റെ എന്ത് വരും ഡോ വി, സോറി വൈയുടെ ഡോ വി, എക്സിൻ്റെ ഡോ യു. ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താണ് ചെയ്യുന്നത്, ആദ്യം ഇവിടുത്തെ ആൾ വെക്കുക, ഡബ്ല്യു ഒമേഗ എക്സ് ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് എന്ത് വൈ, അത് കഴിഞ്ഞിട്ട് സെഡ്, അത് ആദ്യം എഴുതുക. ഇനി സെഡ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻറ്റ് എന്ത്, അത് ഇങ്ങോട്ട് എഴുതുക. വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻറ്റ് ഇങ്ങോട്ട് എഴുതുക. ആ ഒരു പാറ്റേണിലായിരിക്കും തോന്നുന്നത്. ഇതെന്തായാലും നിങ്ങൾ ഓർത്തിട്ട് തന്നെ പോകണം പരീക്ഷയ്ക്ക്. ഓർത്ത് വെക്കുക, ഈ ഒരു പാറ്റേണിൽ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് കിട്ടുന്നത്. ഇനി റൊട്ടേഷനലാണെങ്കിൽ, അതായത് ഇതെന്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് എന്ത് വേണം, ആംഗുലാർ വെലോസിറ്റി കണ്ടിരിക്കണം. അതായത് ഈ സാധനം ഒമേഗ എക്സ്, ഒമേഗ വൈ, ഒമേഗ സെഡ് അല്ലെങ്കിൽ എന്താണ് ഒമേഗ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഇറൊട്ടേഷൻ കറങ്ങുന്നില്ലെങ്കിൽ എന്തായിരിക്കും, ആംഗുലാർ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ ഇതുണ്ടോ ഇല്ലയോ എന്ന് മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ നോക്കിയാൽ മതി. ഇനി ഈ കേസിൽ ഇത് എന്തിനു വേണ്ടി ഞാൻ എഴുതിയത്, 3D ഫ്ലോയ്ക്ക് വേണ്ടി. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു, ക്വസ്റ്റ്യനിൽ 2D ഫ്ലോ. അപ്പോൾ 2D ഫ്ലോ വരുമ്പോൾ എന്തേ വരും, 2D എന്ന് പറയുമ്പോൾ 2 കോർഡിനേറ്റേ ഉള്ളൂ, എക്സും വൈയും. അപ്പോൾ ഇതിനകത്ത് ആ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഇതിനകത്ത് കിടന്ന് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ആംഗുലാർ വെലോസിറ്റി എന്തേ കാണും, ഒറ്റൊരു ആംഗുലാർ വെലോസിറ്റി കാണും, ഒമേഗ സെഡ് മാത്രമേ കാണത്തുള്ളൂ. 2D ആയതുകൊണ്ട്, 2D ആയതുകൊണ്ട് നമുക്ക് എഴുതാം ഒമേഗ സെഡ് നമ്മുടെ എന്ത്, ഒന്നുകൂടെ ഓർത്ത് എഴുതി, ഹാഫ് ഇൻറ്റു സെഡ് കഴിഞ്ഞാൽ ഡോ എക്സ്, അത് കഴിഞ്ഞാൽ ഡോ വൈ, വൈയുടെ ഇവിടെ ഡോ വി, എക്സിൻ്റെ ഇവിടെ ഡോ വൈ. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കാം നമുക്ക്. ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ്, ഇവിടെ എന്ത് ഡോ വി ബൈ, ഇതാണോ വി, ഡോ വി ബൈ ഡോ എക്സ് എന്ത് വരും, എക്സിൻ്റെ എന്തെങ്കിലും ഉണ്ടോ, ഇല്ല, അത് 0. ഇനി ഇവിടെ ഡോ യു ബൈ ഡോ വൈ എന്ത് വരും, ഇവിടെ 0 0, ഇവിടെ എന്ത് വരും 2 വരും. അപ്പോൾ എന്ത് വരും ഇതിനകത്ത് 0 മൈനസ് 2 ഈക്വൽ ടു -1. ഇത് 0 ആണോ, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0. അതായത് ഇതിനകത്ത് എന്തോ ഉണ്ട്, ഒരു ആംഗുലാർ വെലോസിറ്റി ഉണ്ട് സെഡ് ഡയറക്ഷനിൽ. സോ ദിസ് ഈസ് ആംഗുലാർ വെലോസിറ്റി എപ്പോഴായിരുന്നു, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. ഇതെന്തൊരു ഫ്ലോ, റൊട്ടേഷണൽ ഫ്ലോ. സോ നമുക്ക് രണ്ടാമത്തെ ആളും കിട്ടി, റൊട്ടേഷണൽ ഇറൊട്ടേഷണൽ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അപ്പം ഇങ്ങനെ വേണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ടൈപ്പ് ഫ്ലോ ആണെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. കംപ്രസിബിൾ ആണോ ഇൻകംപ്രസിബിൾ ആണോ എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻകംപ്രസിബിളിൻ്റെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്താൽ മതി. റൊട്ടേഷനിലോ ഇറൊട്ടേഷനിലോ ആണോ എന്നറിയാൻ ആംഗുലാർ വെലോസിറ്റി വേണം ചെക്ക് ചെയ്യുക. കൂടുതൽ എക്സാമിനും 2D ഫ്ലോയാണ് തരുന്നത്, കാരണം ഒരെണ്ണം മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾ റൊട്ടേഷൻ ഫ്ലോ പറഞ്ഞുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ ഒരു കേസ് കൂടെ നമ്മൾ പറയുക. നമ്മൾ ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ എക്സ് ഐ പ്ലസ് ഒമേഗ വൈ ജെ പ്ലസ് ഒമേഗ സെഡ് കെ. ഇപ്പോൾ ആംഗുലാർ വെലോസിറ്റി നമ്മൾ പറഞ്ഞു. ഇനി ഈ സെയിം സാധനം വേറൊരു ഫോർമാറ്റിലൂടെ എഴുതുന്ന കണ്ടിട്ടുണ്ട്. അത് ഡെൽ, ഈ ഒമേഗയെ തന്നെ ഇങ്ങനെ ഞാൻ ഈ പറയുന്ന ഒമേഗ എക്സ് ഐ പ്ലസ് ഇങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് ഡെൽ ക്രോസ് വി ഇൻറ്റു ഹാഫ് ഈ ഒരു ഫോർമാറ്റിലൂടെ എഴുതാറുണ്ട്. ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ഇതിനെ തന്നെ എന്ത് പറയാം, ഹാഫ് ഇൻറ്റു ഡെൽ ക്രോസ് വി എന്ന് മാത്തമാറ്റിക്കലി എഴുതുന്നതിന് പറയുന്നത് കേൾ വി എന്ന്. അപ്പോൾ ഇതിൽ അറിഞ്ഞിരിക്കണം, കാരണം ചിലപ്പോൾ മാത്തമാറ്റിക്കലി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓപ്ഷൻസ് ഈ രീതിയിലൊക്കെ തരാം. ഇനി ഇതിനകത്ത് നിങ്ങൾ അറിയേണ്ടത് ഈ ഡെൽ
ഈ ഒരു സാധനം കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെന്ന് സൂചിപ്പിക്കുന്ന ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് കെ. ഈ ഒരു വെക്റ്ററാണ് ഡെൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പണ്ട് മാത്സ് ഓർമ്മയുണ്ടെങ്കിൽ ഈ വി എന്താണ്, വിയുടെ എഴുതാം. വി എന്ന് പറഞ്ഞാൽ എന്താ, യു ഐ പ്ലസ് വി ജെ പ്ലസ് ഡബ്ല്യു കെ. ഇനി പഴയ മാത്സ് ഓർമ്മയുണ്ടെങ്കിൽ ഡെൽ ക്രോസ് വി എന്ന് പറഞ്ഞാൽ എന്താ, ക്രോസ് പ്രോഡക്റ്റ്. ഇപ്പോൾ എന്ത് വരും, ഐ ജെ കെ എന്നിട്ട് ഡെൽ അല്ലേ ആദ്യം. ഇപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ് യു വി ഡബ്ല്യു, ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ്. ഇത് ആക്ച്വലി ഈ സാധനം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. ഇത് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇതുണ്ടല്ലോ ഒമേഗ എക്സിനൊക്കെ ഞാൻ നേരത്തെ എഴുതിയ ഫോർമുല ഉണ്ടല്ലോ, അത് സഹിതം വരും. ഓക്കെ. ഇനി ഇതിനകത്തൊരു ചെറിയ ചേഞ്ച് ഉണ്ട്. ഇത്ര മാത്രമല്ല, ഇവിടെ എന്തുകൂടെ ഉണ്ട്, ഒരു ഹാഫ് ഉണ്ട്. ഈ ഹാഫ് വിട്ടു പോരല്ലേ, എല്ലായിടത്തും ഹാഫ് എഴുതിയിട്ടുണ്ട്. ഈ ഹാഫ് വിട്ടു പോരുത്. ഇതെന്താണ്, ആംഗുലാർ വെലോസിറ്റി. ഇനി ഇതിൻ്റെ തൊട്ടടുത്ത് വേറൊരു ടേമുണ്ട്, വോർട്ടിസിറ്റി. വോർട്ടിസിറ്റി എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ഒമേഗയാണ്. അപ്പോൾ എന്ത് വരും, ഇതിൻ്റെ എല്ലാം കൂടെ എന്ത് ചെയ്യും, 2 ടൈംസ്. ഇവിടെ ഇൻറ്റു 2 ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, 2 ഇൻറ്റു ക്യാൻസലായിട്ട് ഡെൽ ക്രോസ് വി എന്ന് പറയും. അല്ലെങ്കിൽ ഇവിടെയും താഴെയും എന്ത്, 2 ഇൻറ്റു ഇത് വരുമ്പോൾ 2 ഇൻറ്റു ക്യാൻസലായിട്ട് എന്ത് വരും, ഡെൽ ക്രോസ് വി. നമുക്ക് എന്ത് പറയാം, കേൾ വി എന്നാണ്. വോർട്ടിസിറ്റി എന്ന് ചോദിച്ചാൽ ഈ സാധനം ഇതെന്താണ്, ആംഗുലാർ വെലോസിറ്റി. അല്ലെങ്കിൽ എന്ത് പറയാം, റൊട്ടേഷൻ എന്നും പറയാം, റൊട്ടേഷൻ കമ്പോണൻറ്റ്. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ 2 ഡയമെൻഷണൽ വെലോസിറ്റി ഫീൽഡ് വിത്ത് വെലോസിറ്റി യു വി ഡയറക്ഷനിലും തന്നിട്ടുണ്ട്, എക്സിലെയും വൈയിലെയും. ദ കൺവെക്റ്റീവ് ആക്സിലറേഷൻ അലോങ് എക്സ് ഡയറക്ഷൻ ഈസ് ഗിവൺ ബൈ. അപ്പോൾ ആക്സിലറേഷൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ വെലോസിറ്റി കണ്ടു. ഇപ്പോൾ എന്തൊക്കെ കണ്ടു, ഇതിനകത്തുള്ള വെലോസിറ്റി കണ്ടു, ആംഗുലാർ വെലോസിറ്റി കണ്ടു. ഇനി നമുക്ക് കാണാം അടുത്ത ആക്സിലറേഷൻ. ആക്സിലറേഷൻ്റെ ഫോർമുല. ആക്സിലറേഷനും എങ്ങനെ എഴുതാം, ടോട്ടൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ എക്സ് കമ്പോണൻ്റ് ഉണ്ട്, വൈ കമ്പോണൻ്റ് ഉണ്ട്, സെഡ് കമ്പോണൻ്റ് ഉണ്ട്. ഇനി ഈ എ എക്സ് എന്താണ്, എ വൈ എന്താണ്, എ സെഡ് എന്താണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിൽ ഓർത്തിരുന്നത്. എ എക്സ് ഇതൊരു പാറ്റേണിൽ ഓർത്തിരുന്നാൽ മതി. എ എക്സ് എന്ന് പറഞ്ഞാൽ യു ഇൻറ്റു ആദ്യം എന്ത്, എക്സ് ആയതുകൊണ്ട് എല്ലാം എക്സ് ഡയറക്ഷനുള്ള വെലോസിറ്റി കമ്പോണൻ്റ് ഡെറിവേറ്റീവ് ആയിരിക്കും, ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വി ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡബ്ല്യു ഇൻറ്റു ഡോ യു ബൈ ഡോ ഇസഡ് പ്ലസ് ഡോ യു ബൈ ഡോ ടി. ഇതാണ് എക്സ് ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ്റെ കമ്പോണൻറ്റ്. ഇനി വൈ ഡയറക്ഷന് വരുമ്പോൾ യു ഇൻറ്റു, അതിൽ വ്യത്യാസമില്ല, ഇവിടെ വൈ ഡയറക്ഷനിലുള്ളതുകൊണ്ട് വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻ്റ് ഡോ വി ബൈ ഡോ എക്സ് പ്ലസ് വി ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡബ്ല്യു ഇൻറ്റു ഡോ വി ബൈ ഡോ ഇസഡ് പ്ലസ് ഡോ വി ബൈ ഡോ ടി. ഇത് മാറിപ്പോലെ ഇവിടെ യു ആണ്. ഇനി അടുത്ത ലാസ്റ്റ് എ സെഡ് എന്ന് പറഞ്ഞാൽ എന്തുവരും, യു ഇൻറ്റു ഡോ അടുത്ത ആൾ ഡബ്ല്യു ബൈ ഡോ എക്സ് പ്ലസ് വി ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ വൈ പ്ലസ് ഡബ്ല്യു ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ടി. ഇതാണ് 3 കമ്പോണൻറ്റ് ആക്സലറേഷൻ. ഇനി ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവരെ 3 പേരെ ഒന്ന് നോക്കി, ഇത്രയും ഭാഗം ഇതൊന്നായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു, ഇത്ര ആൾക്കാരെ വേറെ ആയിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിനകത്തല്ല ഈ ഭാഗത്തുള്ള എല്ലാം ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് നോക്കി എക്സ് വൈ സെഡ് എക്സ് വൈ സെഡ് എക്സ് വൈ സെഡ്, അതായത് എന്തോ വിത്ത് റെസ്പെക്റ്റ് ടു സ്പേസ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തേക്കുന്നത്. സോ അങ്ങനെയുള്ള ഈ ഒരു പാർട്ടിനുള്ള ആക്സിലറേഷൻ പറയുന്നത് വിത്ത് റെസ്പെക്റ്റ് ടു സ്പേസ് ആയതുകൊണ്ട് കൺവെക്റ്റീവ് ആക്സിലറേഷൻ എന്ന് പറയും. ഓർത്തിരിക്കേണ്ട പേരാണ്. ഇനി ഈ പാർട്ടിലുള്ളവർ നോക്കിയാൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് ടു ടി, അതായത് എന്തോ ടൈം, അതിനെ നമ്മൾ എന്ത് പറയും, ടൈം എന്ന് പറയുന്നതുകൊണ്ട് ടെമ്പറൽ ആക്സിലറേഷൻ. പക്ഷേ ഈ കൂടുതൽ പരീക്ഷകൾ ഈ ടേം അല്ല ചോദിക്കാറുള്ളത്, ലോക്കൽ ആക്സിലറേഷൻ. ഇപ്പോൾ ടെമ്പറൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാലും ലോക്കൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാലും ഒരാളാണ്. അപ്പോൾ വ്യത്യാസം മനസ്സിലാണല്ലോ. വിത്ത് റെസ്പെക്റ്റ് ടു ടൈം ഉള്ളതിനാണ് ഇത് പറയുന്നത്, വിത്ത് റെസ്പെക്റ്റ് ടു സ്പേസ് ഇത്. അപ്പോൾ വേണമെങ്കിൽ എനിക്ക് എന്ത് പറയാം, ടോട്ടൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് എന്താ, കൺവെക്റ്റീവ് ആക്സിലറേഷൻ പ്ലസ് ടെമ്പറൽ അല്ലെങ്കിൽ ലോക്കൽ ആക്സിലറേഷൻ. ഇങ്ങനെ വേണമെങ്കിൽ എനിക്ക് പറയാം. ഓക്കെ. അപ്പോൾ ഇതും നിങ്ങൾ ഓർത്തിരിക്കുക.
ഇനി ബാക്ക് ടു ക്വസ്റ്റ്യൻ. എന്താണ് പറഞ്ഞേക്കുന്നവർ? 2 ഡയമെൻഷണൽ വെലോസിറ്റി ഫീൽഡ് യും വിയും ആണ്. കൺവെക്റ്റീവ് ആക്സിലറേഷനാണ് ചോദിച്ചേക്കുന്നത് എലോങ് എക്സ് ഡയറക്ഷനിൽ മാത്രം. എക്സ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എന്ത്? എ എക്സ്. ഇതിനകത്ത് കൺവെക്റ്റീവ് ആക്സിലറേഷൻ്റെ പാർട്ട് എന്ത് വരുന്നു? യു ഇൻറ്റു ഓർത്തെടുത്ത് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വി ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡബ്ല്യു ഇൻറ്റു ഡോ യു ബൈ ഡോ സെഡ്. അടുത്ത ഡോ യു ബൈ ഡോ ടി വരുമോ? ഇല്ലാതെ കൺവെക്റ്റീവ് ആക്സിലറേഷൻ്റെ പാർട്ടാണോ? അല്ലാതെ എന്തോ ലോക്കൽ ആക്സിലറേഷൻ്റെ പാർട്ടാണ്. ഇനി ഇത് 2D ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2D ആണെങ്കിൽ ആര് പോവും? സെഡിൻ്റെ ആളെ ഞാൻ കളഞ്ഞാൽ മതി. ഈ ഒരു സാധനം ഉണ്ടോ? യു ഡോ യു ബൈ ഡോ എക്സ്, യു ഡോ യു ബൈ ഡോ എക്സ്, വി ഡോ യു ബൈ ഡോ വൈ. എസ്, ഓപ്ഷൻ എ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ഇക്വേഷൻ എന്തായാലും മസ്റ്റായിട്ട് അറിയണം. എക്സാമിന് ചോദിക്കുകയാണെങ്കിലും ഏതെങ്കിലും ഒരു കമ്പോണൻ്റൊക്കെ ബേസ് ചെയ്തിട്ടുള്ളത് ചോദിക്കാനേ സാധ്യതയുള്ളൂ. ഓക്കെ, മാറിപ്പോകരുത്. ഇത് ഇച്ചിരി ലെങ്തി ആണെങ്കിലും പാറ്റേൺ അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോ ഈസ് ഗിവൺ ബൈ യു തന്നിട്ടുണ്ട്, വി തന്നിട്ടുണ്ട്. വാട്ട് ഈസ് കൺവെക്റ്റീവ് ആക്സിലറേഷൻ അലോങ് എക്സ് ഡയറക്ഷൻ അറ്റ് പോയിൻ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോ ആണ്. യുവും വിയെ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് എന്തായിട്ട് അസ്യൂം ചെയ്യാം? എന്തായാലും 2D ഫ്ലോ തന്നെ ആയിരിക്കും, കാരണം 2 കോർഡിനേറ്റീവേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എഴുതാം എലോങ് എക്സ് ഡയറക്ഷനിൽ മാത്രമുള്ള കൺവെക്റ്റീവ് ആക്സിലറേഷൻ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ആദ്യം കൺവെക്റ്റീവ് ആക്സിലറേഷൻ ഇക്വേഷൻ എഴുതണം. എക്സ് ഡയറക്ഷനിൽ ഏത് വരും? എ എക്സ് ഈസ് ഈക്വൽ ടു യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വി ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ പ്ലസ്, അല്ല ഇത്ര വരും, കാരണം 2D അല്ലേ. കണ്ടോ, ആദ്യം ഇക്വേഷൻ എഴുതിയാൽ തന്നെ പകുതി ജോലി കഴിഞ്ഞു. യു എന്തു? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു, ഇനി ഇതിനെ ഡോ യു ബൈ ഡോ എക്സ് എടുക്കുമ്പോൾ എത്ര വരും? 2x. അതുപോലെ ഇതിനെ ഡോ യു ബൈ, അത് വേണ്ടല്ലോ, ഡോ യു അല്ലേ അല്ല, ഡോ യു ബൈ ഡോ വൈ വരുമ്പോൾ എന്ത് വരും? 2y വരും. ഇപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് 2x പ്ലസ് വി എത്രയാണ്? 2xy ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ എത്ര? 2. ഓക്കെ, ഇത് ചെയ്താൽ ആൻസറായി. ഇനി ഇതിനകത്ത് അവർ കോർഡിനേറ്റ് തന്നിട്ടുണ്ടല്ലോ, 1ഉം 1ഉം. ഇപ്പോൾ എക്സിന് 1 ഇടുക, വൈക്ക് 1 ഇടുക, ആൻസറായി. ഇപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ 1, വൈ സ്ക്വയർ 1, ഇനി 2 ഇൻറ്റു 1 2 പ്ലസ് 2 ഇൻറ്റു 1 ഇൻറ്റു 1 2, 2 ഇൻറ്റു 1 2, 1 പ്ലസ് 1 2, 2 ഇൻറ്റു 2 4, 4 പ്ലസ് 4 8, 8 യൂണിറ്റ്സ് ആയിരിക്കും. സോ ഓപ്ഷൻ സി. കണ്ടോ, ചെയ്യാൻ വളരെ എളുപ്പമാണ്, പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം? ആ ഇക്വേഷൻ നിങ്ങൾക്ക് ബൈ ഹാർട്ടായിട്ട് അറിയണം. അത് 2-3 വട്ടം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനപ്പാടമാവും. എന്തായാലും പഠിച്ചിട്ട് പോകണം എല്ലാവരും, കാരണം അത് ഓപ്ഷൻ ചോദ്യം വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോ ഈസ് ഗിവൺ ബൈ യു തന്നിട്ടുണ്ട്, വി തന്നിട്ടുണ്ട്. കൺവെക്റ്റീവ് ആക്സിലറേഷൻ അലോങ് എക്സ് ഡയറക്ഷൻ അറ്റ് പോയിൻറ്റ് 1, 2. അപ്പോൾ ഈ ഒരു ടൈപ്പ് ചോദ്യം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, തൊട്ട് മുന്നേ ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിത് സോൾവ് ചെയ്യുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇത് ട്രൈ ചെയ്തിട്ട്, സ്വന്തമായിട്ട് ട്രൈ ചെയ്തിട്ട് എൻ്റെ ആൻസർ എത്ര വരുമെന്ന് ഇതിനകത്ത് എഴുതുക. അതുപോലെ നിങ്ങൾ മസ്റ്റായിട്ട് ഓർക്കുക, ഇതിനകത്ത് സോൾവ് ചെയ്യുമ്പോൾ എന്താണോ വരുന്നത് വിത്ത് ആ സൈൻ വേണോ എന്ത് ചെയ്യാൻ നിങ്ങൾ ചൂസ് ചെയ്യാൻ. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നില്ല, തൊട്ട് മുന്നേ സെയിം മാതൃകയിലുള്ള ചോദ്യമുണ്ട്. നിങ്ങളിത് ചെയ്തിട്ട് എന്ത് ചെയ്യുക? കമൻസിൽ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോക്കൽ ആക്സിലറേഷൻ ഈസ് ഡ്യൂ ടു, നമ്മൾ കണ്ടതേ ഉള്ളൂ. ലോക്കൽ ആക്സിലറേഷൻ നമ്മൾ പറഞ്ഞു, ടോട്ടൽ എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? കൺവെക്റ്റീവ് ആക്സിലറേഷനും പ്ലസ് ലോക്കൽ ആക്സിലറേഷൻ ചേർന്ന്. ഇനി കൺവെക്റ്റീവ് ആക്സിലറേഷൻ ഞാൻ പറഞ്ഞു, എല്ലാം വിത്ത് റെസ്പെക്റ്റ് ടു എന്ത് വരുന്നു? സ്പേസ് ആയിരുന്നു ഡിഫറൻഷ്യേറ്റ് ചെയ്തത്. ലോക്കൽ ആക്സിലറേഷനിലോ എല്ലാം വിത്ത് റെസ്പെക്റ്റ് ടു ടൈം ആയിരുന്നു. ഇനി ലോക്കൽ ആക്സിലറേഷൻ ആര് മൂലം എന്നാണ് ചോദിക്കുന്നത്. ഇനി വിത്ത് റെസ്പെക്റ്റ് ടു ടൈം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വാല്യൂ വരണമെങ്കിൽ എന്ത് വേണം അവിടെ? വിത്ത് റെസ്പെക്റ്റ് ടു ടൈം അവിടെ ഒരു ചേഞ്ച് വേണമല്ലോ. ഇപ്പോൾ ഒരു ചേഞ്ച് ഇല്ലാത്തൊരു സാധനത്തെ ഞാൻ, അതായത് വിത്ത് റെസ്പെക്റ്റ് ടു ടൈം ചേഞ്ച് ഇല്ലാത്ത ഒരാളെ ഞാൻ ടൈം വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും, പക്ഷേ എത്ര വരും ആൻസർ? 0. അപ്പോൾ അത് അല്ല കാര്യം. ലോക്കൽ ആക്സിലറേഷൻ ആര് മൂലമോ? ഡ്യൂ ടു അൺസ്റ്റഡി നേച്ചർ ഓഫ് ഫ്ലോ. അത് കാര്യം എന്തുകൊണ്ടാണ്? കാരണം വിത്ത് റെസ്പെക്റ്റ് ടു ടൈം ചേഞ്ച് ഉണ്ടെങ്കിലേ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? നിങ്ങൾക്ക് ലോക്കൽ ആക്സിലറേഷൻ കിട്ടും. അല്ലെങ്കിൽ വിത്ത് റെസ്പെക്റ്റ് ടു ടൈം ചേഞ്ച് ഇല്ലെങ്കിൽ ഡിഫറൻഷിയേഷൻ വിത്ത് റെസ്പെക്റ്റ് ടു ടൈം ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നിങ്ങൾക്ക് 0 കിട്ടും. 0 കിട്ടിയാൽ ലോക്കൽ ആക്സിലറേഷൻ ഇല്ലെന്നല്ലേ അർത്ഥം. അപ്പോൾ ലോക്കൽ ആക്സിലറേഷൻ ആര് മൂലമാണ് വരുന്നത്?
ഈ ഒരു ഫ്ലോയ്ക്ക് ഒരു അൺസ്റ്റഡി നേച്ചർ, അതായത് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്തോ ഒരു ചേഞ്ച് ഉണ്ട്, അങ്ങനെ ഉള്ളതുകൊണ്ടാണ് എന്ത് വരുന്നത്, ലോക്കൽ ആക്സലറേഷൻ വരുന്നത്. സോ ആൻസർ ഈസ് അൺസ്റ്റഡി നേച്ചർ ഓഫ് ഫ്ലോ, ഓപ്ഷൻ എ. നോൺ യൂണിഫോം നേച്ചർ ഓഫ് അല്ലെങ്കിൽ നോൺ യൂണിഫോമിറ്റി ഓഫ് ഫ്ലോ ആണെങ്കിൽ ഇതാ ഏത് ആക്സലറേഷൻ ആയിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, നമ്മുടെ കൺവെക്റ്റീവ് ആക്സലറേഷൻ. ഇതൊക്കെ ചോദിക്കാം കേട്ടോ ഇങ്ങനെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് യു ആൻഡ് വി റെപ്രസെൻറ്റ് വെലോസിറ്റി കമ്പോണൻറ്റ് എക്സ് ആൻഡ് വൈ ഡയറക്ഷൻ ഓഫ് എ 2D ഫ്ലോ ആണ്, ദെൻ ഡോ യു ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു ഡാഷ്. ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇവിടെ ഒരു കാര്യം അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്, എക്സ് ഡയറക്ഷൻ ഓഫ് എ 2 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ ഫ്ലോ. 2 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സാധ്യതയുള്ള 2D ഫ്ലോ ആണെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് 2D ഫ്ലോ സാധ്യതയുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സാധ്യതയുള്ളൊരു 2D ഫ്ലോ ആണെങ്കിൽ അവിടെ എന്തായാലും എന്ത് വാലിഡ് ആയിരിക്കും, നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ വാലിഡ് ആവണം. കാരണം എന്തോ ഇത് ഒരു ഒഴുക്ക് സാധ്യതയുള്ളൊരു ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാധ്യതയാവണം. ഇനി ഇത് ഏത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്, ജനറൽ. ഇതിനകത്ത് ഏത് കണ്ടീഷനാണ്, ഇവിടെ 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഫിക്സായി. ഇനി ഇതെന്താണ്, നമ്മളെല്ലാം പഠിക്കുന്ന ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഏതാ, നമ്മുടെ ഫ്ലൂയിഡ് എന്താ, വെള്ളം അല്ലെങ്കിൽ ലിക്വിഡാണ്. ലിക്വിഡ് എപ്പോഴും നമ്മൾ പറഞ്ഞു ഏതായിരിക്കും, അതൊരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. ഇൻകംപ്രസിബിൾ ആണ്, ഡെൻസിറ്റിക്ക് വേരിയേഷൻ ഇല്ല വിത്ത് റെസ്പെക്ട് ടു ഫ്ലോ. അപ്പോൾ അതെന്തായിരിക്കും, ഇൻകംപ്രസിബിൾ ഫ്ലോ തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇൻകംപ്രസിബിൾ 2D ഇൻകംപ്രസിബിൾ ഫ്ലോയുടെ ഇക്വേഷൻ എന്താണ്, കണ്ടിന്യൂറ്റി എന്ന് ഓർത്തെടുത്ത്, ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇത് പൊട്ടൻഷ്യൽ ഫ്ലോ, അതായത് സാധ്യതയുള്ള ഒഴുക്കാണെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു കാര്യം ഉറപ്പായി, ഈ സാധനം എന്തായിരിക്കും, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനകത്ത് നിന്ന് ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞ് എഴുതാം, മൈനസ് ഡോ വി ബൈ ഡോ വൈ, മൈനസ് ഡോ വി ബൈ ഡോ വൈ. ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേക്കുന്നത്, ഡോ യു ബൈ ഡോ എക്സ് എന്താണെന്നല്ലേ, ഡോ വി ബൈ ഡോ എക്സ് ആണോ, അല്ല. ഡോ വി ബൈ ഡോ വൈ ആണോ, അല്ല. അത് ശ്രദ്ധിച്ചോണം, ഇവിടെ എന്തുണ്ട്, നെഗറ്റീവ് സൈൻ ഉണ്ട്. ഇതുമല്ല, എന്ത്, മൈനസ് ഡോ വി ബൈ ഓപ്ഷൻ ഡി. അപ്പോൾ സൈനിനൊക്കെ ഇതിനകത്ത് ഭയങ്കര പ്രാധാന്യമുണ്ട് ഈ ചാപ്റ്ററിൽ. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും, ഇതിനകത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ വരുന്നുള്ളൂ, പക്ഷേ അതിൻ്റെ ആപ്ലിക്കേഷൻസ് വ്യത്യാസമാണ്. അപ്പോൾ നിങ്ങളിത് ഓർത്തിരിക്കണം. എന്തെങ്കിലും ഒരു പൊട്ടൻഷ്യൽ ഫ്ലോ സാധ്യതയുള്ള ഫ്ലോ ആണെന്ന് പറഞ്ഞാൽ അവിടെ മസ്റ്റായിട്ടും എന്ത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം, കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോന്ന് അറിയത്തില്ല, കണ്ടിന്യൂറ്റി ഇക്വേഷൻ ബേസ്ഡ് ഓൺ എന്ത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ് കേട്ടോ. അതും ചില എക്സാമിന് ചോദിക്കുന്നതാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൻ്റെ ബേസിസിലാണ് എന്ത് വരുന്നത്, കണ്ടിന്യൂറ്റി ഇക്വേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഫ്ലൂയിഡ് ഫ്ലോ ഈസ് റെപ്രസെൻറ്റഡ് ബൈ വെലോസിറ്റി. വി തന്നിട്ടുണ്ട്, വി ഈസ് ഈക്വൽ ടു എ എക്സ് ഐ പ്ലസ് എ വൈ ജെ. നെക്സ്റ്റ്, വെയർ എ ഈസ് ദ കോൺസ്റ്റൻറ്റ്, ദി ഇക്വേഷൻ ഓഫ് സ്ട്രീം ലൈൻ പാസിംഗ് ത്രൂ 0.1 and 2. ഇത് നിങ്ങളെ എക്സ്പെർട്ടായി കാണും. സ്ട്രീം ലൈൻ്റെ ഇക്വേഷൻ എന്ത് പഠിച്ചു, 2 തന്നുള്ളൂ, ഐയും ജെയും ഉള്ളൂ. അപ്പോൾ ഇത് 2D ഫ്ലോയാണ്. എന്താണ് നമ്മുടെ ഇക്വേഷൻ, ഡി എക്സ് ബൈ യു ഈക്വൽ ടു ഡി വൈ ബൈ വി. ഇതാണ് സ്ട്രീം ലൈൻ്റെ ഇക്വേഷൻ. ഇനി അടുത്ത സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, ഡി എക്സ് ബൈ യു എന്ത്, ഇയാളാണ് യു, ഇയാളാണ് വി. എ എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ എ വൈ. ആര് ക്യാൻസലാവും, എ ക്യാൻസലായി. അപ്പോൾ എന്ത് കിട്ടി, ഡി എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ വൈ. രണ്ടുപേരെ എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളറിയാം ഡി എക്സ് ബൈ എക്സ് എന്ത് വരും, എൽ എൻ എക്സ് ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ വൈ. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എൽ എൻ വൈ പ്ലസ് ഒരു കോൺസ്റ്റൻ്റ് കൂടെ ഇട്ട് കൊടുക്കണം, അത് മസ്റ്റാണ്. ഇനി എൽ എൻ എക്സ് ലോഗിൻ്റെ പ്രോപ്പർട്ടി, ഒരു ലോഗ് പ്ലസ് ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് എഴുതാം, എൽ എൻ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം വൈ സി. നമ്മൾ പറഞ്ഞു രണ്ടിടത്ത് ഞാൻ എന്ത് ചെയ്യും, എക്സ്പൊണൻഷ്യൽ കൊടുക്കുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു വൈ സി, ഇങ്ങനെ കിട്ടി. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, 2 പോയിൻ്റ് തന്നിട്ടുണ്ട്, 1ഉം 2 ആണ്, 2 പോയിൻ്റ് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരു കാര്യം എഴുതാം, സി എ എന്താ എഴുതാം, കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ വൈ എന്ന് എഴുതാം. അപ്പോൾ ഇത് കിട്ടി ഒരു ഇക്വേഷൻ. ഇനി അവർ 2 പോയിൻ്റ് തന്നിട്ടുണ്ട്, എത്രയായിരുന്നു, 1ഉം 2. 1ഉം 2ലും ആണ്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പോയിൻറ്റിലുള്ള ഇക്വേഷനാണ് വേണ്ടത്.
അപ്പോൾ ഈ 1ഉം 2ഉം സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. അപ്പോൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പോൾ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എനിക്ക് കിട്ടും 1/2. കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഇനി എന്താ എഴുതാം? 1/2 ഈക്വൽ ടു ഫ്രം 1. ഇക്വേഷൻ എന്താവും? 1/2 ഈസ് ഈക്വൽ ടു x/y. അല്ലെങ്കിൽ എന്താ എഴുതാം? 2x മൈനസ് y ഈക്വൽ ടു 0. ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ടോ? 2x മൈനസ് y ഈക്വൽ ടു 0, ഓപ്ഷൻ സി. വളരെ സിമ്പിളായിട്ട് തോന്നുന്നില്ല. നമ്മളിതിലും പാടമുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. ഇത് വളരെ ഈസിയാണ്, ഡയറക്റ്റ്. ഇതാണ് പറഞ്ഞത്, ഇങ്ങനെയുള്ളത് യൂഷ്വലി ചോദിച്ച് കണ്ടിട്ടുള്ളൂ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതിനകത്ത് ആ വ്യത്യാസം എന്തായിരുന്നു? അവരൊരു പോയിൻ്റ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ കോൺസ്റ്റൻ്റ് കൂടെ കണ്ടുപിടിച്ചിട്ട് ആക്കി എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഗിവൺ ബൈ ഡെൽ ഡോട്ട് വി ഈക്വൽ ടു 0 ടു ബി വാല്യൂഡ്. വി വെലോസിറ്റി വെക്ടറാണ്. ഇതിനകത്ത് ഏതാണ് നെസസറി കണ്ടീഷൻ? നേരത്തെ നമ്മൾ റൊട്ടേഷൻ ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഈ ഡെൽ എന്ന് പറഞ്ഞാൽ ആരാന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ്? ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് കെ. നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതും ബേസിക് പ്ലസ് ടുവിലുള്ള ഈ ഒരു സാധനം ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡോട്ട് പ്രോഡക്റ്റ്. നേരത്തെ ക്രോസ് പ്രോഡക്റ്റ് ആണ്. ഇതെന്താ? ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് വെലോസിറ്റി വെക്ടർ എന്ത്? യു ഐ പ്ലസ്, അതിന് ഇങ്ങനെ തുറന്ന് എഴുതാമല്ലോ, ക്യാപിറ്റൽ വി പ്ലസ് ഡബ്ല്യു കെ. ഇനി ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായിരിക്കും? ഇയാളെ ഇൻറ്റു ഇയാൾ, അതായത് സെയിം ഐ ക്യാപ്പും തമ്മിലുള്ള വാല്യൂ മാത്രമേ നിൽക്കത്തുള്ളൂ. അപ്പോൾ എന്ത് വരും? ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഈക്വൽ ടു 0. അത് അവർ പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് ഡെൽ ഡോട്ട് വി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. അപ്പം ഞാനത് തുറന്ന് എഴുതി. ഡെൽ എന്ന് പറഞ്ഞാൽ ഈ വെക്ടർ, വി എന്ന് പറഞ്ഞാൽ ഈ വെക്ടർ. അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ എന്ത് കിട്ടും? ഇങ്ങനൊരു സാധനം കിട്ടും. അപ്പോൾ ശരിക്കും ഈ ഒരു സാധനത്തിനെ അവർ കോഡീകരിച്ച് അല്ലെങ്കിൽ ലഘൂകരിച്ച് എഴുതിയേക്കുന്നതാണ് ഡെൽ ഡോട്ട് വി ഈസ് ഈക്വൽ ടു 0. ഇനി ഈ ഒരു ഇക്വേഷൻ വാലിഡ് ആവണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഏതാണ് നെസസറി കണ്ടീഷൻ എന്നാണ് ചോദ്യം. ഇനി ഈ ഒരു സാധനം കണ്ടിട്ട് എന്തെങ്കിലും ഫെമിലിയാരിറ്റി തോന്നുന്നുണ്ടോ? ഇങ്ങനൊരു സാധനം എവിടെയെങ്കിലും കണ്ടതായിട്ട്? ഏതാണ്? നമ്മുടെ 3D സ്റ്റഡി ഇൻകംപ്രസിബിൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അല്ലേ ഈ കാണുന്നത്? അപ്പോൾ ഒരു കാര്യം കൂടെ പഠിച്ചു. ഈ പറയുന്ന 3D ആണ്, സ്റ്റഡിയാണ്, ഇൻകംപ്രസിബിളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ച കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇതേ ആളെ എനിക്ക് വേറൊരു ഫോർമാറ്റിലൂടെ എഴുതാം. എങ്ങനെ? ക്യാൻ ബി ഓൾസോ റിട്ടൺ ആസ് ഡെൽ ഡോട്ട് വി ഈക്വൽ ടു 0. ഇത് ഓർത്തിരിക്കുക. ചിലപ്പം കണ്ടിന്യൂറ്റി ഇക്വേഷൻ 3D സ്റ്റഡി ഇൻകംപ്രസിബിൾ ചോദിക്കുമ്പോൾ ഓപ്ഷൻ ഇയാളൊന്നും കാണത്തില്ല, ഇയാളെ കാണൂ. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരരുത് എക്സാമിന്. അതുകൊണ്ടാണ് ഇതുകൂടെ പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ഇത് സാറ്റിസ്ഫൈ ഉള്ള കണ്ടീഷൻ? 3D ആയിരിക്കണം, സ്റ്റഡി ആയിരിക്കണം. 3Dയുടെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. സ്റ്റഡി ആയിരിക്കണം, ഇൻകംപ്രസിബിൾ ആയിരിക്കണം. സ്റ്റഡി ഫ്ലോ മാത്രമാണോ? അല്ല. ഇറോട്ടേഷൻ മാത്രമാണോ? അല്ല. ഇൻവിസ്ക്ഡ് ആണോ? അല്ല. സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോ, ഓപ്ഷൻ ഡി. സെയിം സംഭവം. അപ്പോൾ ഇനി നിങ്ങൾ ഈ ഡെൽ ഡോട്ട് അല്ലെങ്കിൽ ഡെൽ എന്നൊന്നും കാണുമ്പോൾ പേടിക്കരുത്. ഡെൽ എന്ന് പറഞ്ഞാൽ എന്ത്? ഇതേ ഉള്ളൂ. ഈ ഒരു വെക്ടറിൻ്റെ ചുരുക്കപ്പേരാണ് ഡെൽ. ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വി എന്ന് പറഞ്ഞാൽ വെക്ടർ അറിയാം. അപ്പോൾ അത് ചെയ്യുക, അതിൻ്റെ സംഭവം എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ ടോട്ടൽ ആക്സലറേഷൻ ഓഫ് ഫ്ലൂയിഡ് ഓൾവേസ് 0 ദെൻ. ഇപ്പോൾ ഇവർ പറയുക ടോട്ടൽ ആക്സലറേഷൻ 0 ആണ്. നമ്മൾ പറഞ്ഞു ടോട്ടൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ചേരുന്നതാണ്? കൺവെക്റ്റീവ് ആക്സലറേഷൻ പ്ലസ് ലോക്കൽ ആക്സലറേഷൻ. ഇപ്പോൾ ടോട്ടൽ ആക്സലറേഷൻ 0 ആയി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്ത്? ഇവർ രണ്ടുപേരും 0 ആവണ്ടേ? ലോക്കൽ ആക്സലറേഷനും കൺവെക്റ്റീവ് ആക്സലറേഷനും 0 ആയാലല്ലേ ടോട്ടൽ 0 ആവും. അല്ലെങ്കിൽ ഇതിനകത്ത് ആരെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ 0 വരുമോ? ഇല്ല. അപ്പോൾ ടോട്ടൽ ആക്സലറേഷൻ 0 ആണെങ്കിൽ അതിനർത്ഥം കൺവെക്റ്റീവ് ആക്സലറേഷനും ലോക്കൽ ആക്സലറേഷനും 0. ഇനി ഇവിടാണ് നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ കാര്യം വരുന്നത്. ലോക്കൽ ആക്സലറേഷൻ 0 ആണെങ്കിൽ അതിനർത്ഥം എന്തുവാ? ഏതോ ഒരു സാധനം വിത്ത് റെസ്പെക്റ്റ് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്തുവാ? 0 കിട്ടി. അതായത് വിത്ത് റെസ്പെക്റ്റ് ടു ടൈം എന്താ? ചേഞ്ച് ഇല്ല. വിത്ത് റെസ്പെക്റ്റ് ടു ടൈം ചേഞ്ച് ഇല്ലാത്ത ഫ്ലോയ്ക്ക് പറയുന്ന പേരെന്താ?
സ്റ്റഡി ഫ്ലോ ഉണ്ടോ, എല്ലാം കണക്റ്റായി വരുന്നതുണ്ടോ? ഇനി കൺവെക്റ്റീവ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തത്. അത് 0 ആവണമെങ്കിൽ എന്തോ വിത്ത് റെസ്പെക്റ്റ് ടു സ്പേസ് ചേഞ്ച് ഇല്ല. വിത്ത് റെസ്പെക്റ്റ് ടു സ്പേസ് ചേഞ്ച് ഇല്ലാത്ത ഫ്ലോ ഏതാ? യൂണിഫോം ഫ്ലോ. സോ ഇത് ഈ ടോട്ടൽ ആക്സിലറേഷൻ 0 ആണെങ്കിൽ അതിനർത്ഥം എന്ത് ഫ്ലോ ആയിരിക്കണം? ഒന്ന് സ്റ്റഡി ഫ്ലോ ആയിരിക്കണം, അതുപോലെ തന്നെ എന്തും ആയിരിക്കണം? യൂണിഫോമും ആയിരിക്കണം. സോ അതിനകത്ത് ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അൺസ്റ്റഡി പറ്റില്ല. സ്റ്റഡിയും യൂണിഫോം. സോ ഓപ്ഷൻ ബി. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിനകത്ത് ഏത് വേണമെങ്കിലും ആവാം. നിങ്ങൾ ഒരു ഹോംവർക്കായിട്ട് ഒരു കമൻറ്റോട് നമ്മൾ ഒന്നുകൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഓരോ ഓപ്ഷൻ നിങ്ങൾ കമൻറ്റായിട്ട് ഇട്ടാൽ മതി. ഫോർ എക്സാമ്പിൾ ഇത് നമുക്കെടുക്കാം. സി എന്ത് വരും? സ്റ്റഡിയാണ് നോൺ യൂണിഫോം ഫ്ലോ ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് ആക്സിലറേഷൻ മാത്രമേ കാണൂ? സ്റ്റഡിയാണ് നോൺ യൂണിഫോം ഫ്ലോ ആണ്. സ്റ്റഡി ആയാലും എന്ത് ഒരു കാര്യം ഉറപ്പാണ്, എന്ത് ലോക്കൽ ആക്സിലറേഷൻ എന്ത് 0. നോൺ യൂണിഫോം അതായത് വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഏത് ആക്സിലറേഷൻ കാണും? കൺവെക്റ്റീവ് ആക്സിലറേഷൻ ഉണ്ടാകും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റണം. അപ്പോൾ നിങ്ങൾ ഹോംവർക്കായിട്ട് കമൻ്റ് ഇടേണ്ടത് ഈ ഒരു ഓപ്ഷൻ, അൺസ്റ്റഡി നോൺ യൂണിഫോം ഫ്ലോയ്ക്ക് എന്തായിരിക്കും, ഏത് ആക്സിലറേഷനൊക്കെയാണ് ഉള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇല്ലാത്തത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ സ്റ്റഡി ഫ്ലോ ഓഫ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. ഇപ്പോൾ സ്റ്റഡിയാണ്, ഇൻകംപ്രസിബിൾ ആണ്. ആസ് എ ഡയമീറ്റർ ഈസ് ഡബിൾഡ് ദ വെലോസിറ്റി വിൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ സ്റ്റഡി ഇൻകംപ്രസിബിൾ എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ഡയമീറ്റർ ഡബിൾ ചെയ്യുമ്പോൾ വെലോസിറ്റി, അതായത് ഒരു വൺ ഡയമെൻഷൻ ഫ്ലോ ആണെന്ന് പറഞ്ഞ് എടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഡയമീറ്റർ എന്ത് പറ്റി? ഡബിൾ ചെയ്തു. ഓക്കെ. എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കും. ഇതൊരു സ്മോൾ ലെറ്റർ D1 ആണെന്നിരിക്കട്ടെ, ഇത് D2 ആണെന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഡയമീറ്റർ എന്ത് ചെയ്തു? ഡബിൾ ചെയ്തു, 2D1 ആയി. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കുമെന്ന ചോദ്യം. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, വൺ ഡയമെൻഷൻ ഫ്ലോയിലുള്ള കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്തോ A1 V1 = A2 V2. ഏരിയയ്ക്ക് ഡയമീറ്റർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ എന്ത് പറയാം? π/4 D1² × V1 = π/4 × D2² × V2. അപ്പം π/4 വെട്ടിപ്പോൾ അവസാനം D1² V1 = D2² × V2. ഇനി ഒരു കാര്യം നിങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊരു കൺസെപ്റ്റ് വെച്ച് അറിയാം, ഡയമീറ്റർ വലുതായി അല്ലെങ്കിൽ 2 or 3 എത്ര ആയാലും ഡയമീറ്റർ വലുതായാൽ ഏരിയ എന്താവും? ഏരിയയും വലുതാവും. ഏരിയ വലുതായ വെലോസിറ്റി എന്ത് ചെയ്യും? കുറയും. അപ്പം എന്തായാലും ഡയമീറ്റർ ഡബിളായ വെലോസിറ്റി ആദ്യം ഉള്ളതിനേക്കാൾ എന്തായിരിക്കും? കുറയത്തേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ഡബിൾ ആവുമോ? ഒരിക്കലും ഇല്ല. ഡബിൾ എന്ന് പറഞ്ഞാൽ കൂടുവെന്നല്ലേ? അല്ല, ഇൻക്രീസ് ഫോർ ഫീൽഡ് അതും എന്ത് കൂടുക. അപ്പോൾ കൂടത്തില്ല, എന്തായാലും വെലോസിറ്റി കുറയത്തേ ഉള്ളൂ ഡയമീറ്റർ കൂടിയ. പക്ഷേ ഇത് ഹാഫ് ആണോ ഫോർ ഫോൾഡ് ആണോ എന്ന് അറിയത്തില്ല, അത് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ ഡയമീറ്റർ D1² ആയിരുന്നു, ഇൻറ്റു അവിടെയുള്ള വെലോസിറ്റി V1 = D2 എന്തായി? 2 times ഡയമീറ്റർ ആയെന്നല്ലേ? 2D1² × V2. എനിക്ക് V2 ആണ് വേണ്ടത്. V2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? D1² × V1/4 D1² എന്ന് പറഞ്ഞാൽ എന്ത്? ആദ്യം ഉണ്ടായിരുന്ന വെലോസിറ്റിയുടെ 1/4 ആയിട്ട് കുറഞ്ഞു. ഹാഫ് അല്ല, ഡിക്രീസസ് 4-fold. ഓപ്ഷൻ ഡി. അപ്പോൾ ഇങ്ങനെ വേണം എന്ത് ചെയ്യാൻ? നിങ്ങളിങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് 1 ഡയമെൻഷനിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം. കാരണം ഡയമീറ്ററും വെലോസിറ്റിയും മാത്രമുള്ള തമ്മിലുള്ള ബന്ധം ചോദിക്കുമ്പോൾ 1 ഡയമെൻഷൻ ഫ്ലോ ആണെന്ന് ഫ്ലോ കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ ഈ ഒരു സെഷനിൽ നമുക്ക് ഇത്ര ഡിസ്കസ് ചെയ്യാനുള്ളൂ. അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.